കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ മിനി സ്ക്രീൻ നോക്കുന്ന സമയത്തും എന്തോ ഒരു മിസ്സിങ് ഒരാളെ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കറക്റ്റായിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ട്. എന്നാലും ആളെ കാണണ്ടേ? അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇന്നൊരു ദിവസം ഒരു അപ്ഡേറ്റ് വരികയാണ്, അദ്ദേഹം തിരിച്ചു വരികയാണെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് മമ്മൂക്കനെ കുറിച്ചിട്ടാണ്. സകലമാന മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അവർ ഒറ്റ പേരേ ഉള്ളൂ. ടൈറ്റിൽ ഇങ്ങനെയാണ്, ദ കിങ് ഈസ് ബാക്ക്. അദ്ദേഹം കുറച്ചു കാലം ചികിത്സയിലായിരുന്നു, ഇപ്പം സുഖം പ്രാപിച്ചു വന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയാം എമ്പുരാൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ലാലേട്ടൻ അദ്ദേഹത്തിന് വേണ്ടി പൂജ ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളും അത്രയ്ക്കും കൊണ്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ സെലിബ്രിറ്റീസിൻ്റെയും പൊളിറ്റീഷ്യൻസിൻ്റെയും ഒക്കെ പോസ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വലിയൊരു സ്ട്രഗിൾ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് ഇപ്പം വീണ്ടും അടുത്ത വർക്കുകളിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസും ഒക്കെ ആണെങ്കിലും എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്ത് മറ്റു കുറച്ച് ആളുകളാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു ചായ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ, ഈവൻ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ, എത്രയോ വർഷമായിട്ട് കണ്ട് ശീലിച്ചൊരു സംഭവമുണ്ട് മമ്മൂക്ക എന്ന് പറഞ്ഞൊരു ഫാക്ടർ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ, എന്തെങ്കിലും സാധനം ട്രെൻഡിങ് ആവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റ്, അല്ലെങ്കിൽ ഒരു സീസൺ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് പുതിയൊരു സിനിമ വരുന്നു, സംതിങ് എക്സ്പെരിമെൻ്റൽ ആയിരിക്കാം, എന്തെങ്കിലും ന്യൂസുകൾ, എന്തെങ്കിലും ഇൻ്റർവ്യൂസ്, അങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളെ പറ്റിയിട്ട് ആളുകൾ ഇങ്ങനെ ചോദിക്കും, അദ്ദേഹം എവിടെയാണ്, കാണുന്നില്ലോ, എന്തു പറ്റി? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളുടെ ഉള്ളിലേക്ക് അത്രത്തോളം ഇമോഷണലായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടുണ്ട്. സംവിധായകൻ കമൽ നമ്മളോടൊരു കാര്യം പറയായിരുന്നു, അതായത് മമ്മൂക്ക സിനിമയിൽ വന്നതിന് ശേഷം ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഇന്നേ വരെ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്ത് അദ്ദേഹം വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ കുറച്ച് വേദനാജനകമാണ്. ഈവൻ നമ്മൾ തന്നെ ആലോചിക്കും പോലും അദ്ദേഹം ഇങ്ങനെ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിഷമമുള്ള കാര്യമാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയാറുണ്ട്, ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിയും ക്രിസ്ത്യാനോ പോലെ തന്നെയാണ്. അതൊരു കമ്പാരിഷൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ക്രിസ്ത്യാനോനെ വെച്ച് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ ടാലൻറ്റിനേക്കാൾ കൂടുതൽ പാഷന് വേണ്ടി പോയി ഫൈറ്റ് ചെയ്ത് അങ്ങനെ വരുന്ന ഒരാളാണ്. മമ്മൂക്കനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അദ്ദേഹം ഇൻ്റർവ്യൂസിൽ പറയുന്നതാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. തൻ്റെ ഒരു ബോൺ ആക്ടർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് ആ പാഷന് പുറകെ പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കും ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഈ പറഞ്ഞൊരു കലാരൂപം, ആക്ടിങ് ആണെങ്കിലും എന്താണെങ്കിലും അതെന്തെങ്കിലും ചെയ്ത് എക്സോസ്റ്റഡ് ആവുമെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ലാസ്റ്റ് ബ്രത്ത് വരെ ഞാൻ എക്സോസ്റ്റഡ് ആവില്ല. അദ്ദേഹത്തിന് അത്ര വലിയ പാഷനായിരിക്കും മേ ബി അത്. ചിലപ്പോൾ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഫയർ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയും. മേ ബി എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഈ ഒരു കാലഘട്ടത്തിലും ഈവൻ യങ്സ്റ്റേഴ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക, കളങ്കാവലിൻ്റെ പോസ്റ്റർ ഇറങ്ങി, ശരിക്കും നമുക്കൊരു ഈഗർനെസ് ഉണ്ടാക്കണം അദ്ദേഹം അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ മഹേഷ് നാരായണൻ സിനിമ, അതിൽ ലാലേട്ടൻ്റെ ഒപ്പം ചെയ്യുന്നൊരു ക്യാരക്ടർ, അതും അത്രയും ഹൈപ്പിൽ വരാണ്. നമുക്ക് ലാലേട്ടൻ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിച്ച് വരുന്നുള്ളത്. അപ്പം ശരിക്കും ഇൻഡസ്ട്രി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മമ്മൂക്കേനെ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹം ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഒരാളെ മാക്സിമം എത്ര കാലം ഓർക്കാം, 5, 10, 15 കൊല്ലോ, അത് കഴിഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വെറുതെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ എത്രയോ കമൻറ്റുകൾ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു പോലും അറിയില്ല, അദ്ദേഹം എവിടെയാണെന്ന് അറിയാതെ, എന്താണ് മമ്മൂക്ക, എവിടെയാണ്, നിങ്ങളെ കാണാനില്ല, തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കമൻറ്റുകൾ. ഇത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടി മാത്രമല്ല, ഏതെങ്കിലും ഒരു സിനിമ പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും അതിനടിയിൽ വരെ പോയിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള ഭയങ്കരമായ സ്നേഹം അത്. എത്രയൊക്കെ പറഞ്ഞാലും മമ്മൂക്ക ഞങ്ങൾ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ, അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇനി പടം ഇറങ്ങിക്കോട്ടെ, ബാക്കി നമ്മൾ തിയേറ്ററിൽ കാണാം.